വെൽക്കം ടു ഫ്രഷേഴ്സ് പാത്ത് ചാനൽ. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടോ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്ത പോലെ എല്ലാവരും റവ ദോശയൊക്കെ ഉണ്ടാക്കി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു വെറൈറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, നോർത്ത് ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്തൊക്കെ കോമൺ ആയിട്ട് കഴിക്കുന്ന ഒരു ഫുഡാണ്. നമ്മളപ്പോൾ ചായ ഉണ്ടാക്കാൻ പഠിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പഠിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് 2 ഐറ്റം പഠിച്ചു. ഇനി നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസും അതിന് വേണ്ട ഒരു കറിയുമാണ് ഇന്നത്തെ ഈ റെസിപ്പിയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന ചോറ് വൈറ്റ് റൈസാണ്, ബസ്മതി റൈസാണ്. ഇന്ന് ബസ്മതി റൈസിൽ ഒരു ഗീ റൈസും ചെയ്ത് അതിനോടൊപ്പം തന്നെ കഴിക്കാനായിട്ട് നമുക്കൊരു ദാൽ ഐറ്റം അല്ലേ, അതും കൂടെ ഞാൻ എന്ത് ചെയ്യാണ് ഇന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് 2 കാര്യങ്ങളാണ് പഠിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ആദ്യമേ ഞാനിപ്പോൾ ചമ്പാവരി വെച്ച് ചോറുണ്ടാക്കാൻ പഠിപ്പിക്കാം എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അത് തിളച്ച് വെന്തൊക്കെ വരാൻ ഒത്തിരി സമയമെടുക്കും. ഇതാവുമ്പോൾ ലിമിറ്റഡ് സമയം കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പോകാമല്ലോ അല്ലേ? അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ റൈസ് ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. കേട്ടോ, ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം കറുകപ്പട്ട ഒരൽപ്പം, 3 ഗ്രാമ്പു, 3 ഏലക്ക. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യ് വേണം. റൈസിന് വേണ്ടിയിട്ട് നെയ്യ് വേണം. പിന്നെ നമുക്ക് വെള്ളം വേണം. ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പച്ചവെള്ളം എടുത്താണ് നമ്മൾ ഭക്ഷണത്തിനകത്ത് ഒഴിക്കുന്നതെങ്കിൽ അത് തിളച്ച് അതിനകത്തുള്ള സാധനങ്ങൾ വെന്ത് വരാൻ സമയമെടുക്കും. അപ്പോൾ അതിന് പകരം നമ്മൾ ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അത് വെജിറ്റബിൾ ആയിരുന്നാലും ശരി തന്നെ, റൈസ് ആയിരുന്നാലും ശരി തന്നെ, പെട്ടെന്ന് അതിൻ്റെ ബോയിലിംഗ് ടെൻഡൻസി കൂടും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ റൈസിന് വേണ്ടിയിട്ട് കുറച്ച് ബോയിൽ വാട്ടർ വേണം. അപ്പോൾ ഞാൻ ഇതിന് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിപ്പോൾ ഒന്ന് തിളപ്പിക്കാൻ വെക്കുവാണ് കേട്ടോ, നമുക്ക് ബോയിലാക്കാനായിട്ട് വെക്കാം. ഓക്കെ, ഇതിലാക്കാൻ വെച്ചു. നമുക്കിനി ഈ റൈസ് എത്ര അളവെടുക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു തരാം. അതിനോടൊപ്പം ഈ ഗീ റൈസാണ്, ബസ്മതി റൈസ് കൊണ്ട് നമ്മൾ ഗീ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനോടൊപ്പം നമ്മൾ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ദാൽ റെസിപ്പിയാണ്. ഇവിടെ ഞാൻ ദാൽ എടുത്തിട്ടുണ്ട്. കണ്ടോ, മസൂറി ദാലാണ്. ഇതിൻ്റെ പേരാണ് യെല്ലോ മസൂറി ദാൽ. ഇതിൽ ഓറഞ്ച് കളറും ഉണ്ട് കേട്ടോ, നമുക്ക് മാർക്കറ്റ് ട്രെയിനൊക്കെ പോകുമ്പോൾ വാങ്ങാൻ കിട്ടും. ഓറഞ്ച് കളറും ഉണ്ട്. അപ്പോൾ ഈ ദാൽ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നും കൂടെ നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഗീ റൈസ്, ഹിന്ദിയിൽ ചാവൽ എന്ന് പറയും, ഗീ റൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനം, ഞാൻ ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഗീ റൈസ് ആണല്ലോ, അപ്പോൾ മെയിൻ നമുക്ക് വേണ്ടത് ഗീ, മിൽമയുടെ നെയ്യ്, പിന്നെ 3 ഏലക്ക, 3 ഗ്രാമ്പു, 3 പട്ട, ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും വെച്ച് നമുക്ക് ഗീ റൈസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ സൈഡ് ഡിഷായിട്ട് ഞാൻ പറഞ്ഞു ദാലാണ് ഉണ്ടാക്കുന്നതെന്ന്. ദാൽ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്, ഞാനിവിടെ മസൂർ ദാലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനൊരു അളവിന് വേണ്ടിയിട്ട് കണ്ടുള്ളൂ, ചെറിയ ഒരു ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ചെറിയ ഒരു ബൗള് മസൂർ ദാലാണ്. ഓക്കെ, ഇത് നിറയെ ഒരു ബൗൾ മസൂർ ദാൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ദാൽ ഉണ്ടാക്കാൻ വേണ്ട സാധനം ഏതൊക്കെയാണെന്ന് നോക്കാം. കണ്ടോളൂ, മസൂർ ദാൽ വേണം, ഒരു ഒനിയൻ വേണം, 2 ടൊമാറ്റോ വേണം, ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി വേണം, കുറച്ച് ഇഞ്ചി വേണം,
2 പച്ചമുളക്, 2 ഏലക്ക കണ്ടോ, 2 ഏലക്ക, പിന്നെ കൊറിയാണ്ടർ ലീഫ് മല്ലിയില, പിന്നെ ഒക്കെ തളിക്കാൻ വേണ്ട കറിവേപ്പില, ഇത്രയും വേണം. അപ്പോൾ അതിനോടൊപ്പം മസാലാസ് യൂസ് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല. ഈ ഗരം മസാല നമ്മൾ മാർജിൻ ഫ്രീയിലൊക്കെ ഈസ്റ്റേണിൻ്റെ ഒക്കെ ഗരം മസാല കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഗരം മസാല വാങ്ങിക്കുക. റോ മസാല വാങ്ങിച്ച് പൊടിച്ച് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ റോ മസാല എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയാം അതിന് എന്തൊക്കെ ഐറ്റം ചേർത്ത് പൊടിച്ചെടുക്കണം എന്നുള്ളത് ഇനി ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ പാക്കറ്റ് മേടിച്ചതാണ്. അത് ഏത് പാക്കറ്റാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പൊട്ടിച്ച് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ബേക്കേഴ്സിൻ്റെ ഗരം മസാലയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കൂടുതലും നോർത്ത് ഇന്ത്യൻ ഡിഷ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഗരം മസാല യൂസ് ചെയ്യുകയാണെങ്കിൽ അവരുണ്ടാക്കുന്ന അതേ നോർത്തിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ഫ്ലേവർ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഗരം മസാലയാണ് എടുക്കുന്നത്. പിന്നെ ജീരകം, ഉപ്പ്, വെജിറ്റബിൾ ഓയിൽ. അപ്പോൾ നമ്മുടെ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചു കഴിഞ്ഞു. ഞാനിത് ഉണ്ടാക്കാനായിട്ട് അതിന് മുന്നേ നമുക്ക് അരി എടുക്കാം. ഞാനിവിടെ അരി എടുത്ത് കഴുകാനായിട്ട് ഇതുപോലെ ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രമാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ വേറെ ഒരു എന്താണ് ഒരു ചെറിയ ബൗൾ പോലത്തേനകത്തൊക്കെ നമുക്ക് അരി എടുത്ത് കഴുകാം. കഴുകിയിട്ട് വെള്ളം കളയുമ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണ് അല്ലേ, അപ്പോൾ വെള്ളം കളയുമ്പോൾ ചിലപ്പോൾ വെള്ളത്തിനോടൊപ്പം എന്ത് ചെയ്യും, ആ അരി ഒന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ഒരു കുഞ്ഞ് സാധനം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എത്ര അരി എടുക്കണമെന്ന് പറയാം. അപ്പം ഞാൻ വലിയ അളവ് പോലുള്ള സംഭവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ സാധാരണ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ്സിൽ നമുക്ക് ഇതിൽ ഒരു ഗ്ലാസ് അരി എടുത്തു. വീണ്ടും ഒരു ഗ്ലാസ് അരിയും കൂടെ എടുത്തു. ഓക്കെ, നമുക്കിത് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് വെള്ളം ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ട് എന്ത് ചെയ്യാം, കഴുകിയെടുക്കാം. കഴുകുന്നതാണ്. ഇതിന് കഴുകുമ്പോഴത്തേക്ക് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയാണെങ്കിൽ നിലത്തൊന്നും പോവില്ല, കളഞ്ഞു പോവില്ല. പകരം ഇതിനകത്തു നിന്നുള്ള വെള്ളം മാത്രമേ പോവുള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്തായാലും നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു കുഞ്ഞു പാത്രം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് അരി കഴുകിയെടുക്കുക. കണ്ടല്ലോ, നന്നായിട്ട് അരി കഴുകി നല്ല വെള്ളത്തിൽ ശുദ്ധമായ വെള്ളം വേണം ഉപയോഗിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ അരി കഴുകി നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി ഇതിനു വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടുന്ന ഒരു പാത്രമാണ്. സാധാരണ നമ്മൾ അരി വേവിക്കുന്നത് എങ്ങനെയാണ്, ഇച്ചിരി കുടുവം പോലെയുള്ള ഒരു പാത്രത്തിനകത്താണ് നമ്മൾ സാധാരണ അരി വേവിക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ സാധാരണ അരി വേവിക്കുമ്പോൾ വെള്ളം നമ്മൾ വാർത്ത് കളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞതിന് ശേഷം എക്സസ് നിൽക്കുന്ന വെള്ളം നമ്മൾ എന്ത് ചെയ്യും, അങ്ങ് ഡ്രെയിൻ ഔട്ട് ചെയ്യും. പക്ഷേ നമ്മുടെ ഇതിന് ഗീ റൈസിന് നമ്മൾ ഗീ ഉപയോഗിച്ച് നെയ്യ് ഉപയോഗിച്ച് നമ്മൾ അരി റോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കുന്നത്. അപ്പം ആ വെള്ളം നമ്മൾ വാർത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച ആ നെയ്യുടെ ആ ഒരു എന്താണ് ഗുണം അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് ഞാൻ അല്ലാതെ ഒരു ഇങ്ങനത്തെ ഓപ്പൺ ആയിട്ടുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വെള്ളം അവിടെ ചൂടാവട്ടെ. ആ സമയത്ത് നമുക്കിത് കത്തിച്ച് നമ്മുടെ പാത്രം വയ്ക്കാം. ഞാൻ പറഞ്ഞു തന്നു പാത്രം ചൂടായോ ഇല്ലയെന്ന് എങ്ങനെ അറിയാൻ പറ്റും. നമ്മുടെ കൈ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ, ടച്ച് ചെയ്യുന്നതല്ല, പാത്രത്തിൽ തൊടണമെന്നല്ല പറയുന്നത്, ഇങ്ങനെ പുറത്തിങ്ങനെ വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ചൂട് നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ പാത്രം എന്താ ചൂടായിട്ടുണ്ട്. അപ്പോൾ
ഗീ റൈസ് ആയതുകൊണ്ട് ഒന്ന് കുറച്ച് തീ താഴ്ത്തി വെച്ച് കൊടുക്കാം. 2 3 4 സ്പൂൺ ഗീ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മുടെ ഈ 3 ഗ്രാമ്പും അങ്ങ് ഇട്ട് കൊടുക്കുക. 3 പട്ട, നമുക്കിങ്ങനെ കുറച്ച് പട്ട എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. പിന്നെ ഏലക്ക, സാധാരണ ഞാൻ ഏലക്ക പൊടിച്ചാണ് ചേർക്കുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിതാ ഏലക്ക ഇതിനകത്ത് തൊലിയോടുകൂടി തന്നെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഈ 3 എണ്ണവും നമുക്ക് തൊലിച്ച് തൊലിയോടൊപ്പം അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒട്ടും പാത്രത്തിൽ വെള്ളം ഇല്ലാതെ വേണം നെയ്യൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഇതിനെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ റൈസ് ഇതിനകത്തോട്ടൊന്ന് ഇട്ടു കൊടുക്കും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരു ഭക്ഷണത്തിൻ്റെ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വേസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. അതുകൊണ്ട് കൈ കൊണ്ട് കംപ്ലീറ്റ് നമ്മൾ സാധനങ്ങൾ, അതായത് ഈ അരി കഴുകി വെച്ചിരിക്കുന്ന അരി ചിലപ്പോൾ പാത്രത്തിനകത്തൊക്കെ പറ്റിയിരിക്കും, അതൊക്കെ നമ്മൾ എടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഈ അരി നന്നായിട്ട് ഒന്ന് നെയ്യാണ്, അപ്പോൾ നെയ്യ് കിടന്ന് നന്നായിട്ട് നമ്മുടെ റൈസ് ഒന്ന് മൂക്കണം. മൂത്താൽ മാത്രമേ നല്ല ചോറാന്ന് നമുക്ക് ഗീ റൈസ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വെന്ത ഉറഞ്ഞു പോകും. നിങ്ങൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് അടിയിൽ പിടിക്കാതെ നെയ്യ് ഒഴിച്ച്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യണം, നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രം പോലെ നല്ല അടിഭാഗം നല്ല കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ കേട്ടോ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തീ വന്നാലും തീ കൊണ്ട് നമുക്ക് ഈ ഗ്യാസിൻ്റെ ഇതുകൊണ്ട് നമുക്ക് എന്ത് വരത്തില്ല, ഇതിനകത്ത് ഇടുന്ന സാധനങ്ങളൊന്നും പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല. കണ്ടോ, ആ ഒരു ഇത് മാറി വരുന്നുണ്ടല്ലേ, റൈസിൻ്റെ ആ ഒരു ഇത് മാറി വരുന്നുണ്ട്. അരി ഈ നെയ്യിൽ നോക്കുന്നതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യാനുസരണമുള്ള ഉപ്പ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞു ഞാൻ കൈയാണ് യൂസ് ചെയ്യുന്നതെന്ന് കേട്ടോ. അപ്പം ഞാൻ വെള്ളം കൊണ്ടെടുത്ത് 1 2 3 പ്രാവശ്യം എന്ത് ചെയ്തു, ഉപ്പ് ഇട്ട് ഇനി ഈ അരി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പൊന്നും കൂടി പോകാതെ ശ്രദ്ധിച്ച് ചെയ്തോളണം. ഇത് ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് കാണും, 2 ഗ്ലാസ് അരി എടുത്തല്ലോ, എത്ര പേർക്ക് തികയും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചമ്പാവരിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അരിയുടെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ അരി എടുത്തു കഴിഞ്ഞാൽ അതിൽ നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ 6 മുതൽ 7 പേർക്ക് വരെ 1 കിലോ അരിയിൽ എന്ത് ചെയ്യാം, ഭക്ഷണം കഴിക്കാം. പക്ഷേ നമ്മുടെ ഈ ബസുമതി വൈറ്റ് റൈസ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ ചുമന്ന റൈസ് ഉണ്ടല്ലോ, നമ്മുടെ എന്താണ് നമ്മൾ ഈ ചെങ്കൽപ്പേട്ടും വടിയും പവിഴമഴി ചമ്പാവരി എന്ന് പറയത്തില്ലേ, അതുപോലെയുള്ള അരിയും അത് അത്രയും ആ ഒരു തിക്നെസ് കാണത്തില്ല. ഇത് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ പൂ പോലെ ഇങ്ങനെ നമ്മുടെ കൈക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന റൈസാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കുറച്ച് എന്ത് ചെയ്യണം, 2 പേർക്കാണെങ്കിൽ നമ്മൾ ഒരു 2 ഗ്ലാസ് അരി ഇട്ടാൽ, 2 അല്ല ഒരു 3 പേർക്ക്, ഒരുവിധം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 3 പേർക്കൊക്കെ നമുക്ക് ഇത് കഴിക്കാം. ഓക്കെ, അപ്പോൾ അരി ചൂടായി കഴിഞ്ഞു, മൂത്ത വന്നു. ഇനി നമുക്ക് ഇതിൽ എത്ര ഗ്ലാസ് അരിയാണ് എടുത്തത്, ഇതിൽ നമ്മൾ 2 ഗ്ലാസ് അരി എടുത്തു അല്ലേ. അപ്പോൾ
1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം കണക്കാക്കി നമ്മൾ ഇതിനകത്ത് ഒഴിക്കണം. അതും എങ്ങനത്തെ വെള്ളമാണ്? നമ്മൾ തിളപ്പിച്ച വെള്ളം അല്ലേ. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അപ്പം ഞാനിവിടെ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പം 1.5 + 1.5 എത്രയായി? 3 ഗ്ലാസ് അല്ലേ. അപ്പം നമ്മൾ ഇതൊന്ന് അടുപ്പൊന്ന് ഗ്യാസ് താഴ്ത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ 1 2 3 പിന്നെ നോക്കിക്കോളൂ. ഉണ്ടോ? 3 ഗ്ലാസ് വെള്ളം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് 3 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കണം. ഒരുപാട് കൂട്ടരുത്, തീ ഒന്ന് കുറച്ച് കൊടുക്കണം. കാരണം തീ കൂടുതൽ ഇരിക്കുകയാണെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകും, തിളച്ച് വറ്റിപ്പോകും, നമ്മുടെ അരി വേവാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചെറിയ തീയിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? ഇത് വച്ച് കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ റൈസ് വെന്ത് വരട്ടെ. ഓക്കെ. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം കണക്കാക്കി നമ്മൾ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ്, 1.5 അധികം 1.5 എന്ന് പറയുന്നത് 3 ഗ്ലാസ്. 3 ഗ്ലാസ് ബോയിൽഡ് വാട്ടറാണ്, തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ചത്. കണ്ടല്ലോ, നമ്മുടെ ഈ ഗീ റൈസ്, ബസുമതി ഗീ റൈസ് നല്ലവണ്ണം വെന്ത് വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ 3 ഗ്ലാസ് വെള്ളം എടുക്കും. 3 ഗ്ലാസ് വെള്ളവും തികച്ചും ഫുള്ളും എടുക്കാതെ ചിലപ്പോൾ 3/4 ഗ്ലാസ്സൊക്കെ വെച്ചായിരിക്കും നമ്മൾ ഒഴിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവ് വരും. അപ്പം നിങ്ങൾ ഇത് വേവുന്നതനുസരിച്ച് നോക്കിക്കൊള്ളണം. ഇത് നല്ല വെന്തിട്ടുണ്ടോ, വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളവും കൂടെ, തിളച്ച വെള്ളവും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ്? ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ഗീ റൈസ് റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളവും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മാറിക്കിട്ടട്ടെ. അപ്പം നമുക്ക് ഇപ്പോൾ ഇതിലിപ്പോൾ ഇതിനകത്ത് വേവുന്ന ക്വാണ്ടിറ്റി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഒരു 2 പേർക്ക്, ഒരു കുഞ്ഞൊക്കെയാണ്, കുഞ്ഞു പിള്ളേരാണെങ്കിൽ അത്യാവശ്യം ഒരു 3 പേർക്ക് കഴിക്കാം. അല്ലാതെ എന്നെപ്പോലെയൊക്കെയുള്ള ഒരു 2 പേരാണ്, മുതിർന്ന 2 പേരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പേർക്ക് നന്നായിട്ട് ലഞ്ച് കഴിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെള്ളം വറ്റി വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ഗീ റൈസ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു എനിക്ക് തോന്നുന്നു ഒട്ടും വെള്ളം ഒട്ടുമില്ല. കണ്ടല്ലോ, വെള്ളം ഒട്ടുമില്ല. അവിടെ കുറച്ച് ഒരു എന്താണ് ലിക്വിഡ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് വറ്റട്ടെ. എന്നിട്ട് നമുക്ക് ഇവിടെ തണുത്ത് കഴിയുമ്പം ഒട്ടും പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത നല്ല റൈസ് നമുക്ക് കിട്ടും, ഗീ റൈസ്. ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് അതിൽ നിന്നാണല്ലോ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചത്. നല്ല തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഗ്യാസ് ഒരിക്കലും ഓഫ് ചെയ്യാതിരിക്കരുത്. ഗ്യാസ് നമ്മൾ എന്ത് ചെയ്യണം? ഓഫ് ചെയ്ത് വെക്കണം. കാരണം അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധ ഇതിനകത്തോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഈ പാത്രത്തിനകത്തിരിക്കുന്ന വെള്ളം ഭയങ്കരമായിട്ട് വെട്ടി തിളച്ച് അവസാനം അതങ്ങ് വറ്റി പാത്രം കരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറയുന്നതിൻ്റെ ഇടയിൽ ഇത് പറയാൻ വിട്ടുപോയത് കൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമുള്ള വെള്ളം എടുത്തതിന് ശേഷം നമ്മളിത് ഓഫ് ചെയ്ത് മാറ്റണം. അപ്പോൾ കണ്ടോളൂ, നമ്മുടെ അടിപൊളി ഗീ റൈസ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് എന്ത് ചെയ്യാം? നല്ല ആ ഒരു ഗീയുടെയും ഗ്രാമ്പൂവിൻ്റെയും ഏലക്കായുടെയും പട്ടയുടെയും ഒക്കെ ആ നല്ല ഒരു മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഓഫ് ചെയ്യാം അല്ലേ. ഓഫ് ചെയ്ത് നമുക്ക് ഒരു അടപ്പ് വെച്ച്, ഞാനിപ്പോൾ ഒരു അടപ്പെടുക്കുകയാണ്. അടപ്പെടുത്ത് നമുക്ക് അടച്ച് നമുക്കിതിനെ സൈഡിലോട്ട് വെക്കാം.
നമുക്കിതിനെ ഒരു സൈഡിലോട്ട് വയ്ക്കാം. ഇനി ഈ റൈസിൻ്റെ കൂടെ, അതായത് ഈ ഗീ റൈസിൻ്റെ കൂടെ, ഗീ ബാസ്മതി റൈസിൻ്റെ കൂടെ കഴിക്കാനുള്ള ദാലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് വേണ്ട സാധനങ്ങൾ ഒന്നുകൂടെ പരിചയപ്പെടുത്തുകയാണ്. മസൂർ ദാലാണ്. മസൂർ ദാൽ ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവോള, 2 ടൊമാറ്റോ, 2 പച്ചമുളക്, ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, 2 ഏലക്ക, പിന്നെ കൊത്തമല്ലി, കറിവേപ്പില കണ്ടല്ലോ, കറിവേപ്പില. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഇവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഞാൻ പാലിന് പകരം പാല മിൽക്ക് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ദിവസവും പാല് തിളപ്പിച്ച് നല്ലോണം തിളപ്പിച്ചിട്ട് ചായക്കൊക്കെ എടുക്കുമ്പോൾ നല്ലോണം തിളപ്പിച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പാട വരും. ഈ പാൽപ്പാടം നമ്മൾ കോരി നല്ല ടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്തോട്ട് എടുത്ത് വെച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലായി ആയി, അതൊരു ക്രീമായി അല്ലേ, ഫ്രഷ് ക്രീമായി മാറുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് നമ്മുടെ കറിയിൽ ഇനി അങ്ങോട്ട് പോകുന്ന ഓരോ കറിയിലും ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ എടുത്തു വെച്ചാലുള്ള പ്രയോജനം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിന് പകരം ഞാനിപ്പോൾ ആ ക്രീമിന് പകരമാണ്, നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് ക്രീമിന് പകരം ഞാനിവിടെ പാലെടുത്തതേ ഉള്ളൂ. പിന്നെ വീണ്ടും പറയുവാണ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ജീരകം, പിന്നെ ഉപ്പ്, എണ്ണ, പിന്നെ ലാസ്റ്റ് നമുക്ക് താളിക്കാനായിട്ട് നെയ്യ്, പിന്നെ അത്യാവശ്യത്തിനുള്ള വെള്ളം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ദാൽ എന്ത് ചെയ്ത് കഴുകി എടുക്കാം. ഓക്കെ, ദാൽ ഞാൻ ഇതിനകത്തോട്ട് ഇടുകയാണ്. അളവ് കപ്പിൽ നിന്ന് മാറ്റി ഞാൻ ഇതിനകത്തോട്ട് ഇടുകയാണ്. ഓക്കെ, ഞാൻ ഈ ദാൽ കഴുകി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതല്ലേ, അപ്പം ഇവർ പാക്ക് ചെയ്ത് തരുന്നതിന് എത്രമാത്രം പൊടി ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മൾ ദാൽ നന്നായിട്ട് കഴുകി വേണം ഉപയോഗിക്കാൻ. ഇനി ഇത് ദാൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കുക്കറിൽ നമുക്ക് ആദ്യം നമുക്ക് വറ്റിച്ച് ഈ കുക്കറാണ് വയ്ക്കാം. ഓക്കെ, കുക്കർ ചൂടായി വരുമ്പോൾ നമുക്ക് അതിൽ ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ചൂടായി വരട്ടെ. അപ്പം ഈ ദാലെന്നല്ല, ഇതുപോലെ നമുക്ക് ഉഴുന്ന് വെച്ചിട്ട് കറി ഉണ്ടാക്കാം. ഇതിൻ്റെ തന്നെ മസൂരി ദാലിൻ്റെ തന്നെ ഇതുണ്ട്, ഓറഞ്ച് കളർ ദാലുണ്ട്, മാർജിൻ ഫ്രീയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ദാല് വെച്ച് നമുക്ക് ഇതെന്ത് ചെയ്യാൻ ദാല് കറി ഉണ്ടാക്കാം. ഓക്കെ, ഇത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യക്കാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. നമ്മൾ ഈ സാമ്പാർ, മലയാളിയുടെ സാമ്പാർ എന്ന് പറയുന്ന പോലെയാണ് നോർത്തിലോട്ടുള്ള ആൾക്കാർക്ക് ഈ ദാൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുക്കറിൽ വെള്ളമൊക്കെ മാറി നല്ല ഇതായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് 1 2 3 4 ഞാനിതിനകത്ത് ഒരു 4 സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന 2 ഏലക്ക ഇങ്ങനെ ഒന്ന് പൊളിച്ച് ഇട്ട് വെക്കാം. എൻ്റെ ഈ കുക്കർ എന്ന് പറയുന്നത് പ്രസ്റ്റീജിൻ്റെ ആണ്. പ്രസ്റ്റീജിൻ്റെ നല്ല കുക്കറാണ്. പല ടൈപ്പിലുള്ള കുക്കേഴ്സ്, വലുപ്പത്തിലുള്ള കുക്കേഴ്സ് കിട്ടും. ലിറ്റർ കണക്കാണ്, 1 ലിറ്റർ, 1/2 ലിറ്റർ, അല്ലെങ്കിൽ പൊട്ടറ്റോ വേവിക്കാൻ. ഇപ്പോൾ പുതിയ പല ടൈപ്പിലുള്ള കുക്കേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ബിഗിനേഴ്സ് ആവുന്നത് കൊണ്ട് നിങ്ങൾ വീട്ടിൽ ചിലപ്പം കുക്കർ ഉണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങളുടെ പാകത്തിന്
എത്ര ആൾക്കാർ വീട്ടിലുണ്ടോ അത്രയും പേർക്ക് ഉപകാരപ്പെടുന്ന ടൈപ്പ് ക്വാണ്ടിറ്റി കൊള്ളുന്ന കുക്കർ വേണം വാങ്ങാൻ നോക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മുടെ എന്താണ് ഏലക്ക എണ്ണയിൽ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? ഈ ദാല് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന ദാല് എന്നിട്ട് ഞാനിപ്പോൾ ഒരു സ്പൂണാണ് എടുത്തത്, വേണമെന്നല്ല, ഒരു ചെറിയ സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് ഇറക്കാനായിട്ട്, കാരണം ക്വാണ്ടിറ്റി കുറവല്ലേ. അപ്പോൾ ഒരു കപ്പ് ദാല്, ഒരു ചെറിയ ബൗൾ ദാലെടുത്തു. ആ ദാലെടുത്ത് നന്നായിട്ട് കഴുകി വെച്ചതിന് ശേഷം നമ്മുടെ കുക്കർ കത്തിച്ച് അടുപ്പിൽ വെച്ച് 4 സ്പൂൺ എണ്ണ ഒഴിച്ച് ഏലക്കായിട്ട് അതൊന്ന് ഏലക്ക ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ദാൽ അതിനകത്തോട്ട് ഇട്ടു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്ത് ചെയ്യണം? ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇനി അടുത്തത് ഒരൽപ്പം ഉപ്പ്. ഞാനിവിടെ ഒരൽപ്പം, അതായത് 2 പ്രാവശ്യം മാത്രമേ, ഞാൻ എൻ്റെ കൈകൊണ്ട് വിരലുകൾ കൊണ്ടാണ് ഇടുന്നത്, അതുകൊണ്ട് ഞാൻ ഒരു 2 പ്രാവശ്യം ഉപ്പിട്ടു. ഇനി നന്നായിട്ട് ഇതിനെ എന്ത് ചെയ്ത് കൊടുക്കാം? ഇളക്കി. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വലിയ തവിയോ ഇത് ഇളക്കുന്ന ഒരു വലിയ ഇതോ നമുക്ക് എടുക്കാം. പക്ഷേ ഇപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്കിപ്പോൾ ചെയ്താൽ യൂസ്ഡായി, അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വലിയ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ആവി അടിക്കാതെ, ഇതിൻ്റെ ആ ഒരു ചൂടടിക്കാത്ത രീതിയിൽ വേണം നിങ്ങൾ എന്തെടുക്കാനായിട്ട്, ഈ പാത്രവും തവിയും ഒക്കെ യൂസ് ചെയ്യാനായിട്ട്. ഇതൊന്ന് ചെറുതായിട്ട് നോക്കിക്കോളൂ, ഇത് എണ്ണയിലൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് എന്ത് ചേർത്ത് കൊടുക്കാം? വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിൽ കണ്ടോ, നമ്മൾ അരി എടുത്ത അതേ അളവ് തന്നെയാണ് ഇതിനകത്ത് 2 കപ്പ് വെള്ളം ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് 2 കപ്പ് വെള്ളം ഇത് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് അടച്ചു കൊടുക്കാം. നമുക്ക് ഇത് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഒരു ബൗള് ദാലെടുത്ത് നല്ല വൃത്തിയെ കഴുകി നമ്മുടെ പ്രഷർ കുക്കർ ഗ്യാസിൽ വെച്ച് ഒന്ന് ചൂടായി വന്നപ്പോൾ 4 സ്പൂൺ എണ്ണയും ഒഴിച്ച് 2 ഏലക്കായും ഇട്ട് ഈ കഴുകി വെച്ചിരിക്കുന്ന ദാലിനെ അതിനകത്തോട്ടിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 നുള്ളു ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ അടച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊരു 2 വിസിൽ വരുന്ന ആ നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്ത് നമുക്ക് നമ്മുടെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ, അതായത് വെജിറ്റബിൾസ്, ഒനിയനും ടൊമാറ്റോയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നമുക്ക് നുറുക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ കുക്കറിനകത്ത് ഞാൻ ദാല് വേവിക്കാൻ വെച്ച ആ സമയത്ത് ഞാനൊരു കുഞ്ഞ് സവോള എടുത്തത് അരിഞ്ഞിട്ടുണ്ട്, 2 കുഞ്ഞ് ടൊമാറ്റോ അരിഞ്ഞു, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഈ അരിയുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇതിൽ വിസിലും വന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു 2 വിസിൽ, 2 3 കൂടിപ്പോയാൽ 3, അപ്പോൾ അതിൽ കൂടുതൽ കൂടാൻ പാടില്ല, കാരണം എന്നാൽ പിന്നെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്ത് ഉടഞ്ഞു. അപ്പോൾ 3 വിസിൽ കേട്ട് നമ്മുടെ ദാല് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ദാല് വെന്ത് നല്ല ചൂട് ആവി പറക്കുന്നുണ്ട്. കണ്ടല്ലോ നമ്മുടെ ദാല് വെന്ത് വന്നിരിക്കുന്നത്.
നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് അടച്ച് തന്നെ വെച്ചിട്ട് നമുക്കിനി ഈ സവോളയും ഒക്കെ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഇതിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇത് മൂപ്പിക്കാനായിട്ട് വേണ്ടുന്ന പാത്രം എടുത്ത് ഈ ഒരു പാന് എടുത്ത് നമ്മൾ കത്തിച്ച് വെച്ചു. ഇനി ഇത് നല്ല ചൂട് ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിൽ നമ്മുടെ ദാല് ഒന്ന് മൂപ്പിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഞാനൊരു 4 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്കൊരു 2 സ്പൂൺ എന്ത് മതി, ഓയിൽ മതി. ഓക്കെ, എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണയിലേക്ക് നമുക്ക് ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത്രയും ഇട്ട് കൊടുത്താൽ ഇതൊന്ന് മൂത്ത് വരുന്നത്. അപ്പം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്നതിൻ്റെ നല്ലൊരു മണം വരുന്നത് കേട്ടോ. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ സവോള അരിഞ്ഞിട്ടിരിക്കുന്ന ഈ സവോള എന്ത് ചെയ്യാം, ഇതിനകത്തോട്ടൊന്ന് ഇട്ടു. നന്നായിട്ട് ചെറിയ ഒരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് നിറമായി വരുന്നത് വരെ നമുക്കിതിനെ എന്ത് ചെയ്ത് കൊടുക്കാമെന്ന് മൂപ്പിച്ച് കൊടുക്കാം. പിന്നെ സവോള പെട്ടെന്ന് നമ്മുടെ ഉള്ളി എപ്പോഴും മൂത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് ഒരു സ്പൂണല്ല, എൻ്റെ ഒരു കൈ കൊണ്ട് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഉള്ളിയും സവോളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ടൊമാറ്റോ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇത് അങ്ങനെ നമുക്ക് ഇതിനകത്ത് ഇടണം. നമുക്ക് നമ്മുടെ ആ ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ടൊമാറ്റോ എന്ത് ചെയ്യാണ്, ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് അതിൻ്റെ ജ്യൂസ് പോലെ എടുക്കുകയാണ് കേട്ടോ. ഞാൻ മിക്സിയിലെ ജാറിനകത്തോട്ട് ഇവിടെ നമ്മൾ 2 ടൊമാറ്റോയാണ് എടുത്തത് കേട്ടോ. ഇനി ഈ ടൊമാറ്റോ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് സ്മാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഉള്ളിലോട്ട് ഒഴിച്ചോളൂ. അപ്പോൾ ഈ അടിച്ചു വെച്ച ടൊമാറ്റോ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ ഇതിനകത്ത് 2 വലിയ പച്ചമുളക് ഇട്ടത് കാരണം നമുക്ക് ഒരുപാട് എരിയുടെ ആവശ്യമില്ല. ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഗരം മസാല അതുപോലെ ഞാനൊരു 3 സ്പൂണ് ഗരം മസാല, ചെറിയ സ്പൂണാണ് കേട്ടോ, അതൊരു 3 സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഇതും മസാലയൊക്കെ കൂടെ നന്നായിട്ടൊന്ന് എൻ്റെ കോട്ടിങ് നന്നായിട്ട് വരുമ്പോൾ ഒന്ന് മൂത്ത് സവോളയും ഇതുമെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ഓക്കെ, ഒന്ന് മൂത്ത് വരുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു അരിപ്പം കൂട്ടി വെച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന്
അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ജലത്തിൻ്റെ അംശം, അതായത് ടൊമാറ്റോ അടിച്ച് വന്നപ്പോൾ അതിനകത്ത് ലിക്വിഡായിരുന്നു അല്ലേ. അപ്പോൾ ആ ലിക്വിഡിൻ്റെ അതൊന്ന് വറ്റി മസാല ഒന്ന് കോട്ടാവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെയിം ഇത്തിരി കൂട്ടി വെച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് എന്ത് ചെയ്യാം, മൂപ്പിച്ചെടുക്കാം. അല്ലേ, നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ മിക്കവാറുമുള്ള കറിയിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അസിഡിറ്റി ഫോം ചെയ്യുന്ന ഒരു എന്താണ്, നമ്മുടെ കേരളക്കാരെ കൂടുതലും സ്പൈസി ആയിട്ടുള്ളതും അങ്ങനെയൊക്കെയുള്ള കഴിക്കുമ്പോൾ അസിഡിറ്റി കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനൊന്ന് ശമനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിക്കവാറുമുള്ള എല്ലാ കറിയിലും എന്ത് ചേർക്കുന്നത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ നോക്കിക്കേ, എല്ലാവരും നോക്കിക്കേ, നമ്മുടെ മസാല ഒന്ന് കൂട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിം താഴ്ത്തിക്കൊള്ളാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലോട്ട് നമ്മുടെ ദാൽ ഇതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ ഈ കുക്കറിൽ നിന്ന് നമ്മൾ ഈ ദാൽ ഇതിനകത്തോട്ട് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരികത്തൊക്കെ കുറച്ച് സംഭവം നീറ്റായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളവും കൂടെ നമുക്ക് എടുത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഒരു നുള്ള വെള്ളം ഇതിനകത്ത് ഒഴിച്ചിതാകണ്ട. ഇതുപോലെ ഒരു ഭക്ഷണ പദാർത്ഥം ഞാൻ വേസ്റ്റ് ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇത് മൊത്തവും നമുക്ക് ഇതിനകത്തോട്ട് എന്ത് ചെയ്ത് കൊടുക്കാം, ഒഴിച്ചു. ഇനി നമുക്ക് ഇതിനെ അതിൻ്റെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ മസാലയും എല്ലാം ഈ ദാലിനകത്ത് പിടിക്കണം കേട്ടോ. ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ നമ്മുടെ ദാല് ഒരു തിക്ക് ദാലായിട്ട് ഇരിക്കുകയാണ് അല്ലെ, തിക്കായിട്ട് ഇരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് ഓപ്ഷൻ കൂടെ എന്ത് ചെയ്യാം, വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ച് ലിക്വിഡായിട്ട് കഴിക്കാനാണ് താല്പര്യമെങ്കിൽ, റൈസിൽ ഒഴിക്കുന്നതുകൊണ്ട് കുറച്ച് ലിക്വിഡായിട്ട് കഴിക്കാനാണ് ആഗ്രഹമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന വെള്ളം എന്തായിരിക്കണം, തിളപ്പിച്ച വെള്ളം. നമ്മൾ ആദ്യം റൈസിന് വേണ്ടി തിളപ്പിച്ച് കുറച്ച് വെള്ളം ബാക്കി വന്ന് കാണും എന്തായാലും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഒരു ഫ്ലാസ്കിനകത്തോ അല്ലെങ്കിൽ നല്ല അടപ്പുള്ള ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് വെച്ചാൽ അതിൻ്റെ ചൂട് പെട്ടെന്ന് പോകത്തില്ല. നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് പച്ചവെള്ളമാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ബോയിലായിട്ട് വരാൻ എന്തായിരിക്കും, ഒരുപാട് താമസം എടുക്കും കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കേ, നമ്മുടെ ദാല് നല്ല മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. കാരണം വേറൊന്നുമല്ല, കുറച്ച് തിക്കായതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ട് കേട്ടോ. ഞാൻ നേരത്തെ തിളപ്പിച്ചപ്പോൾ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് റൈസിന് വേണ്ടി തിളപ്പിച്ചപ്പോൾ ബാക്കി വന്ന വെള്ളം ഞാൻ ഈ ഫ്ലാസ്കിനകത്ത് ഒഴിച്ച് വെച്ചേക്കുമായിരുന്നു. അതിൽ നിന്ന് ഈ ഗ്ലാസ്സിലേക്ക് ഒരൽപ്പം ചൂടുവെള്ളം എടുത്ത് കുറച്ച് നമ്മൾ ഒഴിച്ച് നോക്കാം. ഇപ്പം ഏകദേശം ലിക്വിഡ് ഫോമിനകത്ത് ആയിട്ടുണ്ട്. വെള്ളം ചേർത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഉപ്പ് കണക്ക് നമുക്ക് ചിലപ്പോൾ ഒന്ന് നോക്കേണ്ടി വരും.
കാരണം നമ്മൾ ഓൾറെഡി ദാല് വേവിക്കാൻ നേരത്ത് ഉപ്പ് വെച്ചു, പിന്നെ ഇത് മസാലയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്തു. എന്നാലും നമുക്ക് എനിവേ ഒന്ന് ഉപ്പും കൂടെ നോക്കാം. കുറച്ച് ഉപ്പും കൂടെ വേണം കേട്ടോ. എങ്ങനെയാണ് ഉപ്പ് നോക്കുന്നേ? ഇതൊന്ന് എടുത്ത് ചെറിയ ചൂട് അല്ലേ, ചെറിയ നമ്മൾ അടുപ്പിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുക്കുമ്പോൾ ചൂടായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നമ്മുടെ ഈ കൈയുടെ ഇതിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് വെറുതെ നമ്മുടെ നാക്കുകൊണ്ടൊന്ന് നോക്കാം. അപ്പോൾ എന്തറിയാൻ പറ്റും? ഉപ്പ് അറിയാൻ പറ്റും. എനിക്കിപ്പോൾ കുറച്ച് ഉപ്പ് കുറവ് പോലെ തോന്നുന്നു, കാരണം ഞാൻ ഒരല്പമാണ് ഇട്ടത്. നമ്മുടെ ഞാൻ ചെറുതായിട്ടൊന്ന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ലപോലെ തിളച്ച് വരാറായി. അതാ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയുടെ ഇല ഞാനിതിനകത്ത് ഇട്ട് കൊടുക്കണം. മല്ലിയുടെ ഇല ഇട്ട് ഇളക്കുന്നതിന് മുന്നേ നമുക്ക് ആ ഒരു ക്രീമായിട്ട് കിട്ടണം അല്ലേ, കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി ഞാൻ ഈ ഫുൾ ഗ്ലാസ് പാൽ ഇതിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതേ ഉള്ളൂ. ഈ ഒരു ഗ്ലാസ് പാൽ ഇതിനകത്ത് ഒഴിക്കല്ല. ആവശ്യത്തിന് ഞാനൊരു 1/4 ഗ്ലാസ് പാല് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് കുറച്ചും കൂടെ എന്തായി കിട്ടും? നല്ല ലിക്വിഡായിട്ട് കിട്ടുമല്ലോ. അതിൻ്റെ ആ ഒരു തിക്നെസ് ഒക്കെ മാറി നല്ല ഗ്രേവി ആയിട്ട് വരുന്നുണ്ട്, നല്ല ക്രീമി ആയിട്ട് വരുന്നുണ്ട്. ആ ഫ്ലേവേഴ്സ്, മസാലയുടെ ഫ്ലേവറൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ. മല്ലിയിലയുടെയും ഇതൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. 1-2 കുമ്പള ഇങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ പെട്ടെന്ന് അങ്ങ് ഓഫ് ചെയ്യുക. കാരണം പാൽ ഒഴിച്ചത് കൊണ്ട് നമുക്കിത് പിരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ഒന്ന് കുമ്പള വന്നു കഴിയുമ്പോഴത്തേക്ക് 1-2 കുമ്പള വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക? ഒന്ന് ഓഫ് ചെയ്യുക. കണ്ടല്ലോ, ഇനി നമുക്കിതിനെ എന്ത് ചെയ്യാം? ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ദാല് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഒരു അല്പം മിനുക്ക് വന്നിയും കൂടെ ഉണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഞാൻ ഈ ദാലായതിനെ ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ജീരകം മൂപ്പിച്ചിടണം. അതിന് പറയുന്ന പേരാണ് തടുക്ക. ഹിന്ദിയിൽ പറയുന്ന വേർഡാണ് തടുക്ക. അതായത് നമ്മുടെ ഗീയിൽ ഇതൊന്ന് മൂപ്പിച്ച് അതിനകത്തോട്ടിരുന്ന പ്രോസസ്സ്. ഓക്കെ, ഞാൻ അതിനു വേണ്ടി എൻ്റെ ആ ഒരു ചെറിയ ഫ്രൈങ് പാൻ കൊടുത്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കത്തിച്ച് വെച്ച്, അപ്പോൾ ഇത് നെയ്യിലാണ് മൂപ്പിച്ചിടുന്നത് കേട്ടോ. അപ്പൊ നെയ്യിലാണ് ഇത് മൂപ്പിച്ചിടുന്നത്. അപ്പൊ ഞാനിത് 2 സ്പൂണ് നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിനകത്ത് ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഹിന്ദിക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ഈ ദാൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായി, അതിനകത്തോട്ട് 2 സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുക്കുമ്പോൾ കണ്ടോ ജീരകം മൂക്കുന്നുണ്ടോ? എനിക്കാണെങ്കിൽ ആ ജീരകം മൂക്കുന്ന മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ഏകദേശം മൂത്ത് വരുമ്പോൾ 2 തണ്ട് കറിവേപ്പിലയാണ്. അതിനെ നമ്മൾ ഇങ്ങനെ എടുത്ത് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനെ കത്തിച്ച് വെച്ചിരിക്കുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കരുത്, പൊട്ടിത്തരും. അത് കാരണം നമ്മൾ ഓഫ് ചെയ്തിട്ട് മെല്ലെ പിച്ചി ഇട്ടാൽ ഉടനെ തന്നെ ഇതാ കണ്ടോ ഇതിലോട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഇരിപ്പുണ്ടെന്നാലും അപ്പോൾ നമ്മൾ വീണ്ടും ഇതിനകത്ത് കണ്ട അങ്ങനെ ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് വീണ്ടും ഈ കറി എന്തിനാ എടുത്ത് ഒഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ജീരകം മുക്കിച്ചതിൻ്റെ നെയ്യൊക്കെ ഇതിന് ബാലൻസ് കാണും.
അപ്പം അതും കൂടെ ഇതിനകത്തോട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതൊന്ന് ഞാൻ ഒന്നും കൂടെ കറി ഇതിനകത്ത് ഒഴിച്ച് തിരിച്ചതിലേക്ക് തന്നെ ഒഴിച്ചത് കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ദാല് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല മണമുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ദാല് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസും ദാലും കൂടെ മിക്സ് ചെയ്ത് എടുക്കാം. ഞാനപ്പോൾ ദാൽ ഇതിനകത്തോട്ട് കോരുവാണ് കേട്ടോ. കുറച്ച് ദാലേ ഇനി റൈസും കൂടെ നമുക്ക് കോരിയെടുക്കാം. കണ്ടല്ലോ നമ്മുടെ റൈസ് കണ്ടോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അല്ലേ ഈ റൈസ്. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം കോരിയെടുക്കാൻ. അപ്പോൾ ഞാൻ പ്ലേറ്റിലോട്ട് കണ്ടോ, നമ്മുടെ ദാൽ റൈസ് റെഡി ആയിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഗീ റൈസ് ആണ്, ബസ്മതി റൈസ്, പിന്നെ നമ്മുടെ ദാലും. കണ്ടല്ലോ എല്ലാവരും. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നില്ലേ? ഞാൻ അത്രയും സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് നിങ്ങൾ കഴിയുന്നതും നിങ്ങളുടെ ഒരു ലഞ്ചിന് വേണ്ടിയിട്ട്, ഒരു ഡിന്നറായിട്ടും കഴിക്കാം കേട്ടോ. ലഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുക. അത് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വന്നു ഉച്ചയ്ക്ക് നിങ്ങൾ ഉണ്ടാക്കിയ ചോറൊക്കെ തീർന്നു പോയെന്ന് വെക്കുക. നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പഠിക്കുന്നതേ ഉള്ളൂ, എന്നാലും വീട്ടുകാരുണ്ടാക്കിയ ചോറൊക്കെ തീർന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് 2 ഗസ്റ്റ് വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതങ്ങ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ദാലും ചാവലും അല്ലേ, ചാവൽ എന്ന് പറഞ്ഞാൽ ഹിന്ദി വേർഡാണ്, റൈസാണ്, ഗീ റൈസ് അല്ലേ, ബസ്മതി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഗീ റൈസും ഈ മസൂർ ദാലിൻ്റെ ദാൽ കറിയും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കാൻ ശ്രമിക്കുക, ശ്രമിക്കുക, നന്നായിട്ട് ഉണ്ടാക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഉണ്ടാക്കി കൊടുക്കൂ, അവരിൽ നിന്ന് അടിപൊളി കമൻസ് നേടും. ഓക്കെ, സോ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.